കർത്താവായ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത ശിഷ്യഗണം, അവരെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു യോഗ്യതയാണ് അത്രയും 12 പേരെ തിരഞ്ഞെടുക്കുവാൻ ദൈവം അവരിൽ കണ്ടത്? നമുക്കറിയാം, അവരുടെ ഒരു യോഗ്യതയുടെയും അടിസ്ഥാനത്തിലായിരുന്നില്ല, കർത്താവിന്റെ കൃപയുടെ അടിസ്ഥാനത്തിൽ കർത്താവ് തിരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നത്. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വാക്യം അതുമായിട്ട് ചേർത്ത് ചിന്തിച്ചാൽ നന്നായിരിക്കും എനിക്ക് തോന്നി. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 26, 27 വാക്യങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത്? സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായം പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. 29-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പുകളെ പറ്റി നോക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും യോഗ്യതയുള്ളത് കൊണ്ടോ, അവര് കുലീനതയുള്ളത് കൊണ്ടോ, വിദ്യാഭ്യാസ യോഗ്യതയുള്ളത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ദൈവം അവരെ തെരഞ്ഞെടുത്തു. ദൈവം അവരെ മാറ്റിമറിച്ചു. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്ന് വിളിക്കത്തക്കവണ്ണം, ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കുന്നവർ എന്നുള്ള നിലയിൽ കർത്താവ് സ്ഥാപിച്ച ആ ദൈവിക പദ്ധതിയെ ലോകത്തിലെങ്ങും എത്തിക്കുന്ന നിലയിലേക്ക് അവരെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് ശിഷ്യഗണത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മള് ഈ ലോകത്തിന്റെ അറ്റത്തോളം എന്ന് പറയുമ്പം കേരളത്തിലായിരിക്കുന്ന നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തുള്ള ആ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ വചനം എത്തിക്കുവാനായിട്ട് ആ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ശിഷ്യന്മാരിലൂടെയുള്ള ആളുകളെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാനിപ്പോ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ അറ്റത്തും ദൈവത്തിന്റെ വചനം എത്തി, രക്ഷയുടെ സന്ദേശം എത്തി. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ 5 വൻകരകളിലും ഈ സന്ദേശം എത്തുവാനായിട്ട് ദൈവം കാരണമാക്കി. അതിനെല്ലാം കാരണമായത് ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ, കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യഗണത്തെ കർത്താവ് അവരെ എക്വിപ്പ് ചെയ്തു. കർത്താവ് അവർക്ക് കൃപ നൽകി, പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി അവരെ ദൈവം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്പൊ ഈ പഠനം യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, കർത്താവെ, എന്നെ തിരഞ്ഞെടുക്കുവാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ടായിരുന്നു? ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുന്നതിന് തന്നെ. ആ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഇന്നത്തെ പഠനത്തിനായിട്ട് സമാനതകളുള്ള 2 ശിഷ്യന്മാരെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, യേശുവിന്റെ അടുക്കലേക്ക് ആളുകളെ നയിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്ന 2 പേരെയാണ് നമ്മൾ ഇന്ന് പഠന വിധേയനാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വിലയേറിയ ദാസൻ സ്പർജനെ പറ്റി ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗികളുടെ പ്രഭു എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തെ കർത്താവിലേക്ക് നയിച്ചത് ആരായിരുന്നു എന്ന് ഞാനിങ്ങനെ വായിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അദ്ദേഹം ഒരു മഞ്ഞുള്ള ദിവസം അല്ലെങ്കിൽ ഒരു സ്നോ പെയ്യുന്ന ദിവസം ആ സ്നോയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടെ കണ്ട ഒരു ചർച്ചിലേക്ക് താൻ കയറിയിരിക്കുകയായിരുന്നു. അപ്പൊ ആ സഭയിൽ അന്ന് പ്രസംഗിക്കേണ്ടിയിരുന്ന വ്യക്തിക്ക് ഈ മഞ്ഞ് കാരണം വരാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് റാൻഡംലി അവരുടെ സഭയിലെ ഒരു മെമ്പർ എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിച്ച പ്രസംഗം കേട്ടാണ് ഈ നമ്മൾ ഇന്ന് പ്രസംഗികളുടെ പ്രഭു എന്ന് പറയുന്ന സ്പർജൻ രക്ഷിക്കപ്പെടുവാനിടയായത്. നോക്കുക, ദൈവത്തിന് ആരെയും ഉപയോഗിക്കാനായിട്ട് കഴിയും. സ്പർജനെ ദൈവം അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു കാണും. പക്ഷെ അദ്ദേഹത്തെ രക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് ഒരു സാധാരണ വിശ്വാസിയെയാണ് ദൈവം ഉപയോഗിച്ചത്. അപ്പോ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന 2 വ്യക്തികൾ, അവർ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് വചനത്തിൽ കാണുന്നില്ല, ഒരു പക്ഷെങ്കിൽ ചെയ്ത് കാണും. പക്ഷെങ്കിൽ അവർ ചെയ്ത ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ആളുകളെ കർത്താവിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുക, കർത്താവിലേക്ക് ആനയിക്കുക. ആ ശുശ്രൂഷ ചെയ്തതുകൊണ്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്ന 2 പേര്, ഒന്ന് ഫിലിപ്പോസ്, 2 അന്ത്രയോസ്. ഈ 2 പേരുകളും എൻ്റെ പേരിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെ പറ്റി പഠിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഫിലിപ്പ് ആൻഡ് ആൻഡ്രൂസ്. അപ്പോ ഇവർക്ക് 2 പേർക്കും ഒരു സമാനത ഉണ്ട് എന്ന് എനിക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച വേദഭാഗത്ത് നഥനയേലിനെ പറ്റിയാണ് പഠിച്ചതെങ്കിലും നഥനയേലിനെ കർത്താവിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ആരാണ് എന്ന് നമ്മളോട് ചിന്തിക്കുകയുണ്ടായി. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43
3 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പോകുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നോക്കുക, ഫിലിപ്പോസിനെ കർത്താവ് നേരിട്ട് വിളിക്കുകയാണ്. ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഫിലിപ്പോസ് അനുഗമിക്കുക എന്നുള്ള വാക്ക് കേട്ട് കർത്താവിനെ പിൻചെന്ന ഒരു ശിഷ്യനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ നഥനയേലിന് ഒരു സംശയം ഉണ്ടായല്ലോ, നസറയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നൊക്കെ ചോദിച്ച ഒരു ചോദ്യം. ഒരുപക്ഷെ ഫിലിപ്പോസിന്റെയും സമീപ പട്ടണമായ നസറയത്തിൽ നിന്നാണ് കർത്താവ് വരുന്നത്. അപ്പം ഈ പഴയ നിയമത്തിൽ നമ്മൾ ഇത്രയും കാലഘട്ടത്തിൽ വായിക്കുകയും പഠിക്കുകയും നമ്മൾ പ്രത്യാശിക്കുകയും ചെയ്ത മശിഹ വരുന്നത് നമ്മുടെ സ്വന്തം തൊട്ടടുത്തു നിന്നാണ് എന്നുള്ള ഒരു സംശയമൊന്നും ഫിലിപ്പോസ് അവിടെ ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. കർത്താവ് വിളിക്കുന്നു, കർത്താവിനെ അനുഗമിക്കുന്നു. അനുഗമിച്ച ഉടനെ അദ്ദേഹത്തിന് മനസ്സിലായി, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്ന വ്യക്തി തന്നെയാണ് എന്നെ വിളിച്ച ഈ കർത്താവ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ഫിലിപ്പോസ് എത്തുകയാണ്. അതെത്ര വലിയ ഭാഗ്യമാണല്ലേ. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിനെ അറിയുമ്പോൾ കർത്താവിന്റെ ആ മഹത്വം നമ്മളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് എത്ര വലിയൊരു സംഭവമാണ്. പലപ്പോഴും നമുക്കറിയാം, ഈ ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ് നമ്മൾ പറയുന്നത് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് രക്ഷയിലേക്ക് വരുന്ന ആളുകളെയാണ് പറയുന്നത്. പക്ഷെ എല്ലാവരും ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ് തന്നെയാണ്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ പൊതുവെ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമായി മറ്റു ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിന്റെ സുവിശേഷം കേട്ട് മുമ്പോട്ട് വരുന്ന ആളുകൾ, ആ ആളുകൾക്ക് കുറച്ച് തീവ്രത അല്ലെങ്കിൽ തീഷ്ണത വിശ്വാസത്തിലുണ്ട് എന്നാണ് പൊതുവെ നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യം. കാരണം അവര് കർത്താവിനെ കണ്ടെത്തി കർത്താവിനെ കുറിച്ച് അറിയുമ്പോൾ കർത്താവിന്റെ ആ മഹത്വം, കർത്താവിന്റെ ആ സ്വാധീനം അവരുടെ ജീവിതത്തെ വളരെയധികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ള വലിയ ഒരു ആവേശം അവരിൽ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമ്മളെല്ലാവരും ഫസ്റ്റ് ജനറേഷൻ ക്രിസ്ത്യൻസ് ആണെങ്കിലും പക്ഷെ നമ്മൾ ഈ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന് എപ്പോഴും കേൾക്കുന്ന ഒരു സത്യത്തിൽ പിന്നീട് നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി വരുമ്പോൾ പലപ്പോഴും എന്നും കേട്ടിട്ടുള്ള കാര്യമാണ്, കർത്താവ് ദൈവമാണെന്ന് നമുക്കറിയാം, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് അറിയാം, കർത്താവാണ് നമ്മളെ നയിക്കുന്നതൊക്കെ അറിയാം. ഒരു പാസീവ് ആയിട്ട് നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവ് ഫെയ്ത്ത് ആയിട്ട് വരുന്നതിന് പകരം നമ്മുടെ എന്നും അറിയാവുന്ന ഒരു കാര്യത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള നിലയിലേക്ക് ഒരു തണുപ്പൻ മട്ടിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഫിലിപ്പോസിനെ കുറിച്ച് നോക്കുക. കർത്താവ് വിളിച്ചു, കർത്താവിനെ കണ്ടെത്തി, കർത്താവിൻ്റെ കൂടെ അല്പസമയം ചെലവഴിച്ചു. ഏറ്റവും വലിയൊരു സത്യം ഫിലിപ്പോസ് കണ്ടെത്തുകയാണ്. ഇത്രയും നാളും ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചവനെ, ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന മശിഹ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ ഞങ്ങൾ കണ്ടെത്തി. അത് വലിയ ഒരു സത്യമായിട്ട് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ടിടയായിരുന്നു. തൊട്ടടുത്ത് ഫിലിപ്പോസ് ചെയ്ത കാര്യം, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. നഥനയേലിനെ ഫിലിപ്പോസിന്റെ വലിയൊരു കൂട്ടുകാരനായിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാനായിട്ട്. താൻ കണ്ടെത്തിയ ഒരു സത്യത്തെ തന്റെ ക്ലോസ് ഫ്രണ്ടിനോട് പറയാനായിട്ടുള്ള ഒരു ആവേശം ഫിലിപ്പോസ് അവിടെ കാണിക്കുകയാണ്. ഫിലിപ്പോസോ നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസെഫിന്റെ പുത്രനായ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോ ഫിലിപ്പോസ് വലിയൊരു ശുശ്രൂഷ അല്ലെങ്കിൽ അവിടെ പോയി പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഒരു വലിയ കൗൺസിലിംഗ് ക്ലാസ് എടുക്കുകയോ ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. ഫിലിപ്പോസ് തനിക്ക് അറിയാവുന്ന ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് ഒരാളെ കർത്താവിലേക്ക് ലീഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ആ നഥനയേൽ എങ്ങനെയാണ് കർത്താവിന്റെ സന്നിധിയിൽ ചെന്നപ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കർത്താവിലേക്ക് ആനയിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും രക്ഷിക്കപ്പെട്ടതിന് ശേഷം എത്ര പേരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളിൽ പലരും പറയാൻ ശ്രമിക്കുന്നത്, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറയാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു താല്പര്യമുണ്ട് പക്ഷെ ഒരു ഭയം മനസ്സിൽ നിൽക്കുകയാണ്, എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെങ്കിൽ സമൂഹം എന്ത് ചിന്തിക്കും എന്ന് അറിയില്ല, എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയിൽ അത് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകുമോ എന്നൊരു ഭയം എന്നെ അലട്ടുകയാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളായിരിക്കാം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാനായിട്ട് മടി കാണിപ്പിക്കുന്ന കാര്യം. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഫിലിപ്പോസ് ചെയ്ത കാര്യം വ്യക്തിപരമായി ഒരാളെ കണ്ടെത്തി
സഹോദര, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സന്തോഷം, അതിൻ്റെ കാരണം യേശുവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യേശുവിൻ്റെ അടുക്കൽ ഒന്ന് വന്നു നോക്കൂ. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു യോഗം നടപ്പുണ്ട്, അങ്ങോട്ടൊന്ന് വന്നു നോക്കൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയിലേക്ക് ഒരു ദിവസം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ എന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയും. അതിന് നമ്മൾക്ക് തിയോളജി പഠിക്കണമെന്നില്ല, നമ്മൾ എങ്ങനെയാണ് രക്ഷാതത്വ ശാസ്ത്രം മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ള പരിശീലനം എടുക്കണമെന്നില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ എത്രയോ എളുപ്പമാണ് എന്ന് ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ സംസാരിച്ചപ്പോൾ ഒരു അമ്മച്ചിയുടെ കാര്യം ചിന്തിക്കുകയായിരുന്നു. ആ അമ്മച്ചിക്ക് ആകെപ്പാടെ അറിയാവുന്ന കുക്ക് ചെയ്യാനും പ്രാർത്ഥിക്കാനും മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യവും അറിയില്ല, ഒരു ബൈബിളിലെ കാര്യം പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പക്ഷെ അമ്മച്ചിക്ക് ഭയങ്കര ഒരു വിശ്വാസമാണ്, ഉള്ളിനുള്ളിൽ വിശ്വാസമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ട് കാര്യങ്ങൾ പറയാനോ ഒന്നും ഉള്ള കഴിവില്ല. അമ്മച്ചിക്ക് 4 മക്കളാണ് ഉള്ളത്. ഈ 4 മക്കളെയും എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ള പേരന്റിങ് ടെക്നിക്സോ അല്ലെ പേരന്റിങ്ങിന്റെ ആ ഒരു വലിയ അറിവോ ഒന്നും അമ്മച്ചിക്കില്ല. ഒരു മലയോര ഗ്രാമത്തിലാണ് അമ്മച്ചി ജീവിക്കുന്നത്. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമോ എന്ന് പോലും അറിയാൻ ഉള്ള അത്രയുള്ള പരിജ്ഞാനം ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അമ്മച്ചി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ അമ്മച്ചിയുടെ 3 മക്കള് സുവിശേഷ വേലയിലേക്ക് പോയി. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി അമ്മച്ചി തീർന്നു എന്നിങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ്, എൻ്റെ ചില സുഹൃത്തുക്കൾ അവർ കർത്താവിനെ അറിയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ കഴിവില്ല. കർത്താവ്, എനിക്കൊരു അവസരം ഒരുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദൈവം അതിന് അവസരം ഒരുക്കും. നമ്മുടെ സ്വന്തക്കാരായ പല ആളുകൾ കർത്താവിനെ അറിയാതെ നിത്യനാശത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഭാരം എനിക്കുണ്ട്. കർത്താവെ, എനിക്ക് അവരോട് സുവിശേഷം പറയാൻ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. ഇതുപോലുള്ള ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സുവിശേഷം അറിയിക്കാനായിട്ട് പഴയതിനേക്കാൾ എളുപ്പമാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ അനേക നല്ല ഗോസ്പൽ സന്ദേശങ്ങളുണ്ട്. ജസ്റ്റ് ഷെയർ ഒന്ന് കൊടുത്താൽ മതി, അത് 1000ങ്ങളിലേക്ക് എത്തുക. അതുപോലെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എത്രയോ പുറകിലാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളുടെ സുവിശേഷം അറിയിക്കണമെങ്കിൽ നമ്മൾ പോയി പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോ നമ്മുടെ വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഒത്തിരി പ്ലാറ്റ്ഫോമുകൾ തുറന്നു കിടക്കുക. ആ കിട്ടിയ ഒരു ഗോസ്പൽ സന്ദേശത്തെ നമ്മുടെ ഫ്രണ്ട്സിലേക്ക്, ചിലപ്പോൾ നമ്മുടെയൊക്കെ സ്കൂളിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, കോളേജിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. നമ്മുടെ ഒരു മെസ്സേജ് അതിൻ്റെ അകത്ത് വളരെ സെൻസിബിൾ ആയിട്ട് നമ്മൾ അത് നല്ലൊരു വിശുദ്ധത്തോടുകൂടെ ചെയ്യണം. പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മളെ സ്നേഹത്തിന്റെ ഒരു സന്ദേശം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു സന്ദേശം അതിലേക്ക് ഫോർവേഡ് ചെയ്താൽ നമ്മൾ അറിയാതെ നമ്മുടെ സുഹൃത്തുക്കൾ അത് കാണുകയാണ്. ഒരുപക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയാത്തുകയാണ്. അപ്പൊ ഫിലിപ്പോസിന്റെ ഈ ഒരു ക്വാളിറ്റി നമുക്ക് അത് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കാണാം. ഇതിനുശേഷം നമുക്ക് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ കാണുന്നത്, ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു, അവൻ സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു. ഇതേപോലെ ഒരു വ്യക്തിയാണ് ആൻഡ്രൂ അല്ലെങ്കിൽ അന്ത്രയോസ് എന്ന് പറയുന്ന വ്യക്തി. നമുക്ക് അതേ അധ്യായത്തിന്റെ തന്നെ 35 മുതലുള്ള വാക്യങ്ങളിൽ അന്ത്രയോസിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. 17-ാം വാക്യം, അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ടു, യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാണുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. 41-ാം വാക്യം, അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ചെയ്ത ഏകദേശം അതേ കാര്യം തന്നെ ഇവിടെ അന്ത്രയോസും ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഫിലിപ്പോസിനെ കർത്താവ് നേരിട്ട് കണ്ടു, വിളിച്ചു, ഫിലിപ്പോസ് അനുഗമിച്ചു. ഇവിടെ അന്ത്രയോസിന്റെ കാര്യത്തില് യോഹന്നാൻ സ്നാപകൻ ആ കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനാണ്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരാകുക എന്ന് പറയുന്നത് നല്ലൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ
ആ യോഹന്നാൻ സ്നാപകൻ തലയെടുപ്പുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ആളുകൾ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രഭാവത്തിൽ നിൽക്കുന്ന ആ മനുഷ്യൻ അപ്പോൾ അവിടെ യേശു നടന്നു പോകുന്നത് കണ്ടപ്പോ ആ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. നമുക്കറിയാം യോഹന്നാൻ സ്നാപകന്റെ വരവിന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു, യേശുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, അവൻ വളരണം, ഞാനോ കുറയണം. അപ്പൊ തൻ്റെ കൂടെയുള്ള തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ യഥാർത്ഥ ഗുരുവിലേക്ക്, യഥാർത്ഥ ദൈവപുത്രനിലേക്ക് ലീഡ് ചെയ്യുന്നൊരു ശുശ്രൂഷയാണ് യോഹന്നാൻ സ്നാപകൻ അവിടെ ചെയ്തത്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ പിന്നാലെ ആളുകൾ വരുമ്പോൾ നമുക്കൊരു സമൂഹത്തിൽ ഒരു വിലയും നിലയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആളുകൾ വേറൊരാളുടെ കൂടെ പൊക്കോട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ചെയ്തൊരു കാര്യം, ഞാൻ ആർക്ക് വേണ്ടിയാണ്, ആരെ വെളിപ്പെടുത്താനാണോ വന്നത്, ആ വ്യക്തിയാണ് ആ പോകുന്നത് എന്ന് ആളുകളെ ചൂണ്ടിക്കാണിക്കുന്ന യോഹന്നാൻ. അത് കണ്ടിട്ട് അവരെന്ത് ചെയ്തു? യേശുവിന്റെ പിന്നാലെ ചെല്ലുകയാണ്. അപ്പൊ യേശു തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നീ എവിടെ പാർക്കുന്നു ഗുരു എന്ന് ചോദിച്ചു. അപ്പോ വന്ന് കാണുവിൻ. ആ ഫസ്റ്റ് ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ കൂടെ പോരും. അവര് യേശുവിനോട് താമസിച്ചു. അങ്ങനെ യേശു കർത്താവിന്റെ മഹത്വം കണ്ടു. അവരിൽ ഒരുവൻ, അവന്റെ പേരാണ് അന്ത്രയോസ്. അപ്പൊ അന്ത്രയോസ് യേശുവിന്റെ കൂടെ വന്നു, യേശുവിന്റെ കൂടെ താമസിച്ചു. ആ ദിവസം തന്നെ അവന് മനസ്സിലാവുകയാണ്, ഞാൻ അനുഗമിക്കുന്ന ഈ ഗുരു അവൻ ആരാണ്. അതുകൊണ്ടാണ് 41 വാക്യത്തില് അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് തന്റെ ഉറ്റ സുഹൃത്തായ നഥനയേലിനെ കണ്ടു, കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അന്ത്രയോസ് തന്റെ സ്വന്തം സഹോദരനായ പത്രോസിനെ കണ്ടു, അവനോട് പറഞ്ഞു, ഞാൻ മശിഹയെ കണ്ടെത്തി. അങ്ങനെ പത്രോസിനെ നമുക്ക് 42 വാക്യത്തിൽ വായിക്കുന്നത്, അവൻ യേശുവിന്റെ അടുക്കൽ വന്നു, അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനോട് നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. അപ്പം അന്ത്രയോസിനോട് പറയുക മാത്രമല്ല, പത്രോസിനോട് പറയുക മാത്രമല്ല, പത്രോസിനെ കൂട്ടിക്കൊണ്ട് കർത്താവൻ സന്നിധി ചെല്ലുകയാണ്. കർത്താവ് പത്രോസിനെ ഒരു പുതിയ പേര് നൽകി കൈക്കൊള്ളുകയാണ്. നമുക്കറിയാം, പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സഭയുടെ കാലഘട്ടങ്ങളിൽ കർത്താവ് ധാരാളമായി ഉപയോഗിച്ച വ്യക്തിയാണ് പത്രോസ്. നമുക്ക് അന്ത്രയോസിനെ പിന്നീട് അധികം കാണുന്നില്ല, എന്നാൽ പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ഏറ്റവും വലിയൊരു പാത്രമായിട്ട് പത്രോസ് തീർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ആ പത്രോസിനെ മുമ്പോട്ട് കൊണ്ടുവന്ന ആരാ? ഈ എളിയ സഹോദരനായ അന്ത്രയോസിന്റെ ശുശ്രൂഷ ഒരു പക്ഷെങ്കിൽ ലൈം ലൈറ്റിൽ പ്രകാശിച്ച് നിൽക്കുന്ന ശുശ്രൂഷ ആയിരുന്നില്ല. അന്ത്രയോസിന്റെ ശുശ്രൂഷ വ്യക്തിപരമായി ആളുകളോട് പറയുന്നു, വ്യക്തിപരമായ ആളുകളിലേക്ക് എത്തിക്കുന്നു. പക്ഷെ പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ തന്നെ 3000 പേര് രക്ഷിക്കപ്പെടുവാനിടയായ വലിയ പ്രഭാഷകനായി തീർന്നു. മാത്രമല്ല, അനേക വലിയ ശുശ്രൂഷകൾ കർത്താവ് ചെയ്യിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ച വലിയ പാത്രമായിട്ട് പത്രോസ് തീർന്നു. അനേക ലേഖനങ്ങൾ എഴുതുവാനായിട്ട് ദൈവം പത്രോസിനെ ഉപയോഗിച്ചു. അപ്പൊ ആ നിലയിൽ വലിയ ശുശ്രൂഷകൾ ചെയ്തത് പത്രോസ് ആണെങ്കിലും അതിന്റെ പിന്നിൽ പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ, പത്രോസിനെ കർത്താവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചത് അന്ത്രയോസ് ആണ്. നമുക്ക് പല മിഷണറിമാരുടെയും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ആ മിഷണറിമാരെ നമുക്കറിയാം, പക്ഷെ ആ മിഷണറിമാരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന ആരാ നമുക്കറിയില്ല. ഒരുപക്ഷെ ഒരു പ്രായമുള്ള അമ്മച്ചിയുടെ പ്രാർത്ഥനയായിരിക്കാം ആ മിഷണറിയെ കർത്താവിലേക്ക് കൊണ്ടുവരാനിടയായത്. ഒരുപക്ഷെങ്കിൽ ഒരു സാധാരണ ഒരാളെ കർത്താവിലേക്ക് ഒന്ന് ലീഡ് ചെയ്തതായിരിക്കാം അവർക്ക് കർത്താവിനെ വരുവാനിടയായി തരുന്നത്. അപ്പോ ബില്ലി ഗ്രഹാം ലോകത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ കർത്താവിലേക്ക് കൊണ്ടുവന്നത് ഒരു സാധാരണ പ്രഭാഷകനാണ്. അദ്ദേഹം പറയുന്നത് കേട്ട് ആ ടീനേജ് ഇയേഴ്സിൽ ബില്ലി ഗ്രഹാം രക്ഷിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു ട്രാക്ട്, നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഒരു ചെറിയ ദൈവസ്നേഹത്തിന്റെ ഒരു ഫോർവേഡ് മെസ്സേജ്, നമുക്കറിയില്ല അത് കേട്ട് രക്ഷിക്കപ്പെടുന്ന ആളുകളെ കർത്താവ് എത്രമാത്രമാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരവും നഷ്ടമാക്കാൻ ഇടയാകല്ല്. എങ്ങനെയും
സുവിശേഷം എത്തിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. നമുക്കറിയാം, കർത്താവിന്റെ അന്ത്യകൽപ്പനയിൽ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോകുവിൻ, നിങ്ങൾ സുവിശേഷം അറിയിക്കണം, സകല ജാതികളെ ശിഷ്യരാക്കണം എന്ന് പറയുന്നുണ്ട്. അന്ന് അവരോടത് പറയുമ്പം ട്രാൻസ്പോർട്ടേഷൻ വളരെ പരിമിതമാണ്, കമ്മ്യൂണിക്കേഷൻ വളരെ പരിമിതമാണ്, എല്ലാം നേരിട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇന്ന് ഭൂലോകമൊക്കെയും സുവിശേഷം എത്തിക്കുവിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മുറിയിലിരുന്ന് ചെയ്യുന്ന ഒരു കാര്യം ലോകത്തിന്റെ അറ്റത്തോളം എത്തുകയാണ്. അത്രമാത്രം ഇന്റർനെറ്റിന്റെ ആ ഒരു സാഹചര്യം ദൈവം നൽകിയിരിക്കുകയാണ്. അന്ന് കർത്താവിന്റെ ശിഷ്യഗണവും പൗലോസും ഒക്കെ അവർക്ക് പോകാവുന്ന അത്രയും ദൂരം യാത്ര ചെയ്ത് കർത്താവിനെ കുറിച്ച് അറിയിക്കാൻ അവർ ശ്രമിച്ചു. നമുക്കറിയാം, ഒരിക്കലും വളരെ ഈസി ആയിട്ട് അവർക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ല. കാൽനടയായിട്ട് പോകണം, കഴുതപ്പുറത്ത് പോകണം, അല്ലെങ്കിൽ വെള്ളത്തിലൂടെയുള്ള യാത്രകൾ ചെയ്യണം. വളരെ കഠിനതരമായ കാര്യങ്ങളിലൂടെയാണ് അവർ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കാൻ ശ്രമിച്ചത്. ഇന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്ര എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ മറ്റൊരു കോണ്ടിനെന്റിൽ ഇരിക്കുന്നു, നമ്മൾ പലരും പല കോണ്ടിനെന്റുകളിൽ ഇരിക്കുന്നു, നമ്മൾ വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ വളരെ ഈസി ആയിട്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ നമ്മളൊക്കെയും കംഫർട്ട് സോണുകളിലായി പോകുന്നത് കൊണ്ട് ഈ ഒരു ഭാരം നമ്മളിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഭാരമുണ്ടെങ്കിൽ അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. നമുക്ക് പോകാനാണെങ്കിൽ ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ എത്രയധികം വികസിച്ചു കഴിഞ്ഞു. നമ്മൾ പോകാതെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആളുകളുടെ അടുക്കളിലേക്ക് വചനം എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ എത്ര വർദ്ധിച്ചു കഴിഞ്ഞു. നമ്മൾ ഇത്രയും പേര് വിചാരിച്ചാൽ തന്നെ ഇന്നൊരു ദിവസം 1 മണിക്കൂർ ഇരുന്നാൽ തന്നെ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കാൻ കഴിയും. നമ്മളൊന്ന് മനസ്സ് വെക്കുക, അതിലേക്ക് ദൈവത്തിന്റെ വചനം എത്തിക്കുവാനായിട്ട് ശ്രമിച്ചാൽ അതെത്ര വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മീഡിയ മിനിസ്ട്രി ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം മീഡിയ എന്ന് പറയുന്നത് ഇന്ന് ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധ്യതയാണ്. പല ആളുകളും മീഡിയ ഈവിളാണ് എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാനായിട്ട് ശ്രമിക്കും. പക്ഷേ ടെക്നോളജി ഒന്നും ഈവിൾ അല്ല. പക്ഷേ ടെക്നോളജിയുടെ സോഴ്സിൽ ഈവിൾ വരുമ്പോൾ അതിന്റെ എൻഡ് റിസൾട്ട് ഈവിളായി മാറുന്നു. അതുകൊണ്ട് ടെക്നോളജിയെ നമ്മൾ ചവിട്ടി പുറത്താക്കുകയല്ല ചെയ്യേണ്ടത്. ടെക്നോളജിയിൽ നന്മ നിറയ്ക്കുവാൻ, ദൈവത്തിന്റെ സുവിശേഷം നിറയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. അത് എവിടെയെല്ലാം ചെന്നെത്തുന്നു എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അത്രമാത്രം വാസ്റ്റായിട്ട് അത് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഫിലിപ്പോസിന്റെയും അന്ത്രയോസിന്റെയും ഒരു കോമണാലിറ്റി എന്ന് പറയുന്നത്, അവര് കർത്താവിനെ കണ്ടെത്തി അവര് ആ സത്യം ചുറ്റും കാണുന്നവരോട്, തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനായിട്ട് ഉള്ള ആവേശം ഉള്ളവരായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇനി അവരുടെ ചില സമാനതകൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഇവർ രണ്ടും ഒരേ പട്ടണത്തിൽ നിന്നുള്ളവരാണ്. നമ്മളിവിടെ വായിച്ചു, ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സൈദയിൽ നിന്നുള്ളവനായിരുന്നു. അപ്പൊ ഒറ്റ പട്ടണത്തിൽ നിന്ന് 3 പേര് ലോകം മുഴുവൻ സുവിശേഷീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ലോകത്തെ കീഴ്മേൽ മറിക്കാനായിട്ട് കർത്താവ് സ്വർഗത്തിൽ നിന്ന് കാലസമ്പൂർണതയിൽ വന്നിട്ട് വലിയൊരു പദ്ധതിയുടെ തുടക്കം കുറിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമ്മളൊക്കെ ആണെങ്കിൽ ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി സ്ഥാപിക്കുകയാണെങ്കിൽ, നമ്മൾ അമേരിക്കയിൽ നിന്നൊരു ആള്, ഇന്ത്യയിൽ നിന്നൊരാള്, ഗൾഫ് റീജിയനിൽ നിന്നൊരാള്, ഓസ്ട്രേലിയയിൽ നിന്നൊരാൾ, ന്യൂസിലൻഡിൽ നിന്നൊരാൾ, അങ്ങനെ നമ്മൾ റാൻഡംലി ചുമ്മാ തിരഞ്ഞെടുക്കുകയില്ല. നമ്മൾ വളരെ പർപ്പസ്ലി ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അതിന് ഏറ്റവും കഴിവുള്ള ആളുകൾ, ഏറ്റവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളുകൾ, നല്ല തിങ്കിങ് പ്രോസസ്സ് ഉള്ള ആളുകൾ, അങ്ങനെയൊക്കെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, ജസ്റ്റ് ഒരു കുഞ്ഞു കുഗ്രാമമായിട്ടുള്ള ബെത്സൈദയിൽ നിന്ന് 3 പേര് കർത്താവിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ കർത്താവ് തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. ഇത് കർത്താവിന്റെ സർവശക്തി, സർവജ്ഞാനം അതെല്ലാം ഉപയോഗിക്കുമ്പോൾ കർത്താവിന് മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ മഹത്വം ആവശ്യമില്ല. അതുകൊണ്ട് ആ കുഞ്ഞു പട്ടണത്തിൽ നിന്ന് 3 പേരെ കർത്താവ് തെരഞ്ഞെടുക്കുകയാണ്. എത്ര അത്ഭുതമാണെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കർത്താവ് ഉപയോഗിച്ച മാനദണ്ഡം ലോകത്തിന് മനസ്സിലാവുകയില്ല. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിച്ച ഭാഗം പോലെ തന്നെയാണ് അത് ഇരിക്കുന്നത്. അപ്പം മാത്രമല്ല, ഈ പറഞ്ഞ ആളുകളൊന്നും ശ്രദ്ധേയമായിട്ടുള്ള ആളുകളല്ല. എല്ലാവരും ചെറുപ്പക്കാരാണ് എന്നാണ് നമുക്ക് പൊതുവെ ശിഷ്യന്മാരെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ചെറുപ്പമായിട്ടുള്ള ആളുകൾ, അതിലേറ്റവും മൂത്തയാൾ പത്രോസാണ് എന്നാണ് വിചാരിക്കപ്പെടുന്നത്. ബാക്കിയുള്ളവരെല്ലാം വളരെ ചെറുപ്പക്കാരായ ആളുകളാണ്. അപ്പം
പരിചയസമ്പന്നത നോക്കുന്നില്ല, ലാംഗ്വേജ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കുന്നില്ല, ഒന്നും നോക്കാതെ കർത്താവ് അവരെ തെരഞ്ഞെടുക്കുകയാണ്. പക്ഷെ ഒരു പക്ഷെങ്കിൽ അവര് കർത്താവിനോട് പ്രതികരിച്ച രീതി നോക്കുമ്പോൾ കർത്താവ് അവരുടെ ഹൃദയത്തെ നോക്കി എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പുറമേ ഉള്ളത് നോക്കുന്നില്ല, പക്ഷെ ഹൃദയത്തെ നോക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. പിന്നെ ഫിലിപ്പോസിന്റെയും അന്ത്രോസിന്റെയും മറ്റൊരു സമാനത നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഗ്രീക്ക് പേരുകളാണ്. ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഹിപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര എന്നാണ് ഹിപ്പോ. ഫിലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം. അപ്പം ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ കുതിര സ്നേഹി എന്ന പേരിന്റെ അർത്ഥം. പ്രത്യേകിച്ച് വലിയ അർത്ഥമുള്ള പേരൊന്നുമല്ല. നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിലൊക്കെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ അവർക്ക് വളരെ അർത്ഥവത്തായ പേരിടുകയും ആ പേരിന് യോഗ്യമായ നിലയിൽ അവരുടെ ജീവിതമായി തരണം എന്നൊക്കെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഫിലിപ്പോസിന്റെ പേരിന് അങ്ങനെ വലിയ ഒരു ദൈവികമായ അർത്ഥമൊന്നുമില്ല. കുതിര സ്നേഹി എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം. അന്ത്രയോസ് എന്നുള്ള പേരിന് ഒരു ധീരൻ, ഒരു മാൻലി എന്നുള്ള ഒരു ആശയം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള പേര് നോക്കിയോ അല്ലെങ്കിൽ അവന്റെ പശ്ചാത്തലം നോക്കിയോ അവന്റെ മാതാപിതാക്കൾ അവനെ ഏത് രീതിയിൽ നേർന്നാണ് ഇപ്പം ജനിച്ചപ്പോൾ വിട്ടത് എന്നൊന്നും നോക്കാതെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം ട്രിവാൻഡ്രം സൈഡിലൊക്കെ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന മേഖലയിൽ അവിടെ നമ്മുടെ പല ആളുകൾക്കും അങ്ങനത്തെ പോർച്ചുഗീസ് പേരുകളുണ്ട്. ഡിക്രൂസ്, മിറാൻഡ, അങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെ നമ്മുടെ സഹോദരന്മാർക്കുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവര് യഹൂദന്മാരായിരുന്നെങ്കിലും ഗ്രീക്ക് ഇൻഫ്ലുവൻസ് നമുക്കറിയാം. അലക്സാണ്ടർ വന്നതിന് ശേഷം ഗ്രീക്ക് ലാംഗ്വേജ് ലോകം മുഴുവൻ എത്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഗ്രീക്ക് ഇൻഫ്ലുവൻസ് എല്ലായിടത്തും കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. അതിന്റെ ഫലമായിട്ട് അന്ന് ജനിച്ച മക്കൾക്ക് യഹൂദന്മാരും ഗ്രീക്ക് പേരുകൾ കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് ഗ്രീക്ക് പേരുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇടപെട്ട മറ്റൊരു മേഖല കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഇവരോട് രണ്ടുപേരോടും ഇടപെടുന്ന ഒരു രീതി നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിക്കാൻ അത്ര ചോദിച്ചത്. ഫിലിപ്പോസിനോടാണ് ചോദിക്കുന്നത്. എന്തിനാണ് ചോദിച്ചത്? അവനെ പരീക്ഷിക്കാൻ അത്ര ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. യേശുവിന് അറിയാൻ എന്താ നടക്കാൻ പോകുന്നത്. 5000 പേര് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അതിന് മാനുഷികമായ ഒരു റിസോഴ്സ് കൊണ്ടൊന്നും സാധിക്കുകയില്ല. പക്ഷെ താൻ സർവശക്തനായതുകൊണ്ട്, താൻ പ്രൊവൈഡർ ആയതുകൊണ്ട് തനിക്ക് സാധിക്കും എന്ന് കർത്താവിന് അറിയാം. പക്ഷെ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ് പരീക്ഷിക്കാൻ. ഫിലിപ്പോസ് പറഞ്ഞ മറുപടി, അതിൽ നിന്ന് ഫിലിപ്പോസിന് ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവന്റെ ഒരു ചിന്താരീതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 7-ാം വാക്യത്തിൽ ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനുശേഷം അന്ത്രയോസ് വരികയാണ്. 8-ാം വാക്യത്തിൽ ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. നോക്കുക, 4 സുവിശേഷങ്ങളിലും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു അത്ഭുതമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ളത്. 5000 പുരുഷന്മാർ എന്ന് പറയുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഒരു പക്ഷെങ്കിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ നോക്കുമ്പോൾ വലിയൊരു ജനസംഖ്യ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഗസ് ചെയ്യുന്നതിൽ തെറ്റില്ല. അത്രയും ജനസംഖ്യ കർത്താവിനെ അനുഗമിക്കുകയാണ്. അവര് കർത്താവിന്റെ വചനം കേൾക്കുകയാണ്. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. നമുക്കറിയാം, നമ്മളൊരു ചെറിയ ക്യാമ്പ് വെക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ഒരു ടെൻഷനാണ്. ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അതിന് എത്ര പൈസ വേണം, അത് എവിടെ നിന്ന് അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യാൻ ആളുണ്ടോ, ഇങ്ങനത്തെ ഒക്കെ പല ടെൻഷനുകൾ നമുക്കുണ്ട്. ഇവിടെ പക്ഷേ ഇത്രയും വലിയൊരു ജനസംഖ്യ വന്നിരിക്കുക. അത് ഒരു പ്ലാനിങ്ങോ പ്രിപ്പറേഷനോ ആയിട്ടൊന്നും വരുന്നതല്ല. കർത്താവിനെ അനുഗമിച്ചെങ്കിൽ വലിയ ആളുകൾ, അവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പിൻ എന്ന് ചോദിച്ചാൽ ഫിലിപ്പോസ് പറയുന്ന പോലെ നമ്മളും പറഞ്ഞു പോകും അല്ലെ. നമ്മളും ഓർക്കും നമ്മൾ ഭയങ്കര വിശ്വാസമുള്ളവരാന്നൊക്കെ പറഞ്ഞാലും നമ്മളും അത് തന്നെ പറയത്തുള്ളൂ. നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഫിലിപ്പോസിന് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാ. പക്ഷെങ്കിൽ കർത്താവിന്റെ ആ ചോദ്യത്തിന് നാച്ചുറലി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഫിലിപ്പോസ് അതാണ് പറയാൻ സാധ്യതയുള്ളത്. അവിടെ പറയുന്നത്,
ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന്. ഒരു ചെറിയ ബിസ്ക്കറ്റ് എങ്കിലും കൊടുത്താൽ പോലും 200 പണം മതിയാവുകയില്ല. ഇത്രയും പേർക്ക് 10,000 പേർക്ക് നമ്മൾ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്താൽ തന്നെ എത്ര രൂപയുടെ ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കണം? അപ്പം നിങ്ങൾ ഇവർക്കൊരു മീല് കൊടുപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ ചെലവാകും? ഫിലിപ്പോസ് അവിടെ ഒരു കണക്ക് കൂട്ടലുകളുടെ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ചോദ്യങ്ങളുടെ ഒരു വ്യക്തിയാണ്. മറ്റൊരു സന്ദർഭം നമ്മൾ മുന്നിൽ കാണാൻ പോകുന്നുണ്ട്. അവിടെയും ഫിലിപ്പോസ് ഇതേപോലെ ചോദ്യം ചോദിക്കുന്നതാണ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ നമുക്ക് മാനുഷികമായിട്ട് കണക്കൂട്ടലുകൾ ആവശ്യമാണ്. പക്ഷെ കർത്താവ് എന്തിനാണ് അത് പരീക്ഷിക്കാനായിട്ട് ചോദിച്ചത്? കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. കണക്കുകൂട്ടലൊക്കെ നല്ലതാ, പക്ഷെങ്കിൽ നിന്റെ കൂടെ ആരാണുള്ളത്, അവന്റെ സാധ്യത എന്താണ് എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ടാകും. അപ്പൊ നമ്മുടെ വിശ്വാസം എപ്പോഴും കണക്കുകൂട്ടലുകൾക്ക് മേലെയാകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. ഞാൻ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, ഞാൻ ആരുടെ കാര്യമാണ് ചെയ്യുന്നത്, ആ കാര്യത്തിൽ കർത്താവ് എന്നെ ഒരു കാര്യം നിയോഗിച്ചാൽ അതിന് ഉള്ള റിസോഴ്സും ദൈവം ഒരുക്കിക്കൊള്ളും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകണം. പലപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്ന് ഓർക്കുന്നില്ല, ഒരു സഭയിൽ ഒരു കൺവെൻഷൻ വെക്കണം എന്ന് ആഗ്രഹിച്ച ഒരു സാഹചര്യത്തിൽ അവിടെ ഉള്ള ചുമതലപ്പെട്ടവരോട് ചോദിച്ചു, നമുക്കിങ്ങനെ ഒരു ചെറിയ ഒരു വില്ലേജിലാണ്, വലിയ ചിലവൊന്നും ആകത്തില്ല, നമുക്കൊരു കൺവെൻഷൻ വെക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട അതൊന്നും വെക്കണ്ട, അതിന് പൈസ ഇല്ല എന്ന് പറഞ്ഞു. കുറച്ച് ചെറുപ്പക്കാരാണ് പോയി ചോദിച്ചത്, എനിക്ക് നേരിട്ട് അറിയാവുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞു അതിന് പൈസ ഒന്നും ആകത്തില്ല, ഞങ്ങൾ തന്നെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരാ പരിപാടി നടത്തി. പക്ഷെ അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. കാരണം സാധാരണ നമ്മുടെ കൺവെൻഷനുകളൊക്കെ വെക്കുമ്പോൾ കൂടുതലും 95% വിശ്വാസികളും ചിലപ്പോൾ ഒരു 5% ആ വിശ്വാസികളും വരുന്ന രീതിയാണ് പൊതുവെ സംഭവിക്കുന്നത്. പക്ഷെ അവർ ആ വില്ലേജിൽ പോയി അത് ചെയ്തപ്പോൾ 95% അവിശ്വാസികളും, ബാക്കി ഇതൊരു വലിയ സംഭവമാക്കാഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ എണ്ണം കുറവായിരുന്നു, പക്ഷെ അവിശ്വാസികൾ അത്രയും പേര് വന്ന് സുവിശേഷം കേൾക്കാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു സുവിശേഷയോഗം വെക്കണം, പൈസ ഇല്ല എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ ഒരു ശുശ്രൂഷയാണ്, നമുക്ക് ഇറങ്ങാം, നമുക്ക് പൈസ റേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി അധ്വാനിക്കാം എന്നുള്ളൊരു മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇവിടെ ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ കർത്താവ് ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാനാണ് പറയുന്നത്, കൊടുപ്പിൻ എന്ന് ഞാൻ പറയുന്നെങ്കിൽ അതിനുള്ള പ്രൊവിഷനും ഞാൻ ഒരുക്കുമെന്ന് നിനക്ക് മനസ്സിലാകണം എന്നുള്ളതായിരിക്കാം കർത്താവോട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തന്നെ അന്ത്രയോസ് അവിടെ ഇടപെടുന്നു. മർക്കോസിന്റെ സുവിശേഷം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് ചോദിച്ചതിന്റെ ഫലമായിട്ടായിരിക്കാം അന്ത്രയോസ് പോയി ഒരു അന്വേഷണം നടത്തിയത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് അന്ത്രയോസാണ് ഒരു ബാലകനെ കണ്ടെത്തുന്നത്. എന്നിട്ട് പറഞ്ഞു, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. കാര്യം പ്രസന്റ് ചെയ്തു. കർത്താവ് ചോദിച്ചതിന് സ്ഥാനം ആ ഉത്തരം അവിടെ കൊണ്ടുവന്നു. പക്ഷെങ്കിൽ പിന്നെയും ഫിലിപ്പോസ് പറഞ്ഞ അതേപോലത്തെ ഒരു ചിന്ത അന്ത്രയോസ് പറയുന്നുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള സംശയങ്ങൾ, അല്ലെങ്കിൽ നടക്കുമോ, ഇതൊന്നും നടക്കത്തില്ല. നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് നടക്കത്തില്ലെന്നാ. പിന്നെ നമുക്ക് നടക്കത്തില്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ വിട്ടു എന്നുള്ളതിന്റെ അർത്ഥം. എന്നാൽ കർത്താവ് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ, കർത്താവാണ് ഏൽപ്പിച്ചതെങ്കിൽ കർത്താവ് അതിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പം ഏതോ ഒരു മിഷണറി, ഞാൻ പേര് ഓർക്കുന്നില്ല, ദൈവത്തിന്റെ വേല ദൈവത്തിന്റെ ഹിതപ്രകാരം ചെയ്താൽ അതിന്റെ റിസോഴ്സസും ദൈവം ഒരുക്കുമെന്ന് അദ്ദേഹത്തിന്റെ മിഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വരികയായിരുന്നു. അപ്പൊ നമ്മൾ ഒരു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം എല്ലാം കണ്ടിട്ടല്ല ഇറങ്ങിത്തിരിക്കുന്നത്, വിളി മാത്രം കണ്ടാൽ മതി, നിയോഗം മാത്രം ആണ് നമ്മുടെ മുതൽക്കൂട്ട്. ബാക്കി റിസോഴ്സ് ദൈവം ഒരുക്കും എന്നുള്ള വിശ്വാസമാണ്. കർത്താവാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, കർത്താവിന്റെ പരിപാടിക്കല്ല ഞാൻ പോകുന്നത്, അതുകൊണ്ട് പോയാൽ മതി, ബാക്കി കാര്യങ്ങൾ നടക്കും. അപ്പൊ നമുക്കറിയാം, വലിയ നേതാക്കന്മാരിൽ ആരെങ്കിലും അവരുടെ ശിക്ഷകണത്തിൽ ഒരാട് പറയാം, നീ ഒരു കാര്യം ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞാൽ, അയ്യോ എന്റെ പൈസ ഇല്ലെന്ന് അവർ പറയത്തില്ല, ആ പുള്ളിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ പോയാൽ മതി, പുള്ളിയെ കാര്യങ്ങളെല്ലാം ഒരുക്കിക്കോളും എന്ന് അവർക്ക് ചിന്തയുണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് സർവ്വശ്രേഷ്ഠനാണ്, അവന് പരിമിതികളില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവുകയാണ്. അവിടെ നമുക്ക് ഒരുമിച്ച് ഫിലിപ്പോസിനെയും അന്ത്രയോസിനെയും ഒരുമിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ രണ്ടുപേരും ഈ കാര്യത്തിൽ എങ്ങനെ നടക്കുമെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് അവിടെ പ്രൂവ് ചെയ്തു, ഞാനാണ് സകലത്തിന്റെയും പ്രൊവൈഡർ, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ളത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, 12 കൊട്ട ബാക്കി നിറച്ചെടുക്കുകയും ചെയ്തുകൊണ്ട്
സഫിഷ്യൻസി എന്താണ് എന്ന് ശിഷ്യങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ വിഷമകരമായ സാഹചര്യങ്ങളൊക്കെ ദൈവം നമ്മുടെ മുമ്പിൽ ഒരുക്കിയെന്നിരിക്കാം. അപ്പൊ നമുക്കും ഈ ചോദ്യങ്ങൾ ഉണ്ടാകും, ഇതിന്റെ നടുവിൽ എങ്ങനെ സാധിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ മിനിസ്ട്രിയുടെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റ് സാഹചര്യങ്ങളും ദൈവം അനുവദിച്ചു, പരീക്ഷിക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ അനുവദിച്ചെന്നിരിക്കാം. നമുക്ക് രോഗം അനുവദിച്ചെന്നിരിക്കാം, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുവദിച്ചെന്നിരിക്കാം, നമ്മുടെ മക്കളെ സംബന്ധിച്ചിട്ടുള്ള ചില ഭാരങ്ങൾ അനുവദിച്ചെന്നിരിക്കാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രശ്നം എന്തുവായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിന്റെ പരിഹാരം കർത്താവ് ചെയ്യും എന്നുള്ള ആ ഒരു ബോധ്യമാണ് നമ്മൾ നയിക്കേണ്ടത്. ഞാൻ ഈ എപ്പോഴും ഓർക്കുന്ന ഒരു വേദഭാഗമാണ് 2 ദിനവൃത്താന്തം 16:9 ഞാൻ എടുത്ത് വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഉദ്ധരിച്ചു പറയാം. അവിടെ ആസാ രാജാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ഹനാനി എന്ന് പറയുന്ന ഒരു ദർശകനെ വിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ കണ്ണിലോ ഭൂമിയിലും എല്ലായിടത്തും ഊടാടി സഞ്ചരിക്കുന്നു. എന്തിനു വേണ്ടിയാ? തന്നിൽ ആശ്രയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയാ. അങ്ങനെ ആശ്രയിക്കുന്നവരെ കണ്ടെത്തിയാൽ അവരെ തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനാണ്. ദൈവത്തിന്റെ സർവശക്തി ആരിലൂടെയാണ് വെളിപ്പെടുത്തേണ്ടത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ ലോകത്തിൽ ദൈവത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരുടെയെങ്കിലും ഹൃദയം കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവനിലേക്ക് ആ ശക്തി ഒഴുക്കാൻ കർത്താവ് റെഡിയാണെന്നാ പറഞ്ഞത്. നോക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവം അത് ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് കർത്താവിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്താനായിട്ട്. എന്ത് പ്രശ്നം ആയിക്കോട്ടെ, അസാധ്യമെന്ന് തോന്നുന്ന ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്രോസ്പെരിറ്റി ഗോസ്പലുകാർ പറയുന്ന പോലെ അല്ല ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു ആളുകളെയൊക്കെ പിടിച്ച് ഒരു ബൂസ്റ്റപ്പ് കൊടുക്കാൻ പറ്റുന്ന ആ വാക്കല്ല പറയുന്നത്. ഇത് നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് ഏകാഗ്രമായിരുന്നാൽ ആ ഏകാഗ്രമായിരുന്ന മനസ്സിൽ ആ ആളുകളിലേക്ക് ദൈവത്തിന്റെ ശക്തി കാണിക്കാൻ ഞാൻ റെഡിയാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മുടെ പ്രശ്നം എന്തും ആയിക്കൊള്ളട്ടെ, നമ്മൾ കർത്താവിലേക്ക് അടുത്തു വരിക. കർത്താവ് നമുക്ക് ധൈര്യം നൽകും. കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളെ അത് പരിഹരിച്ച് ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തും എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അടുത്ത ഒരു സാഹചര്യം, സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തില് 20-22 വാക്യങ്ങളില് അവിടെ ഫിലിപ്പോസും അന്ത്രയോസും ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ അതിന്റെ 20-22 വാക്യങ്ങൾ. പെരുന്നാളിൽ നമസ്കരിക്കുവാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്നവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും ഒരേപോലെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ ശുശ്രൂഷ ചെയ്യുക. നമ്മൾ പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യാം. നമ്മൾ ഒരുമിച്ച് ചേർന്ന്, നമുക്ക് ഒറ്റയ്ക്ക് ധൈര്യമില്ലാത്ത കേസുകളാണെങ്കിൽ ഈരണ്ടായിട്ട് കർത്താവ് അയച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ഫിലിപ്പോസും അന്ത്രയോസും കൂടെ ചേർന്ന് ഈ ഗ്രീക്കുകാരെ കർത്താവിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോ നമുക്കറിയാം, ഗ്രീക്കുകാര് എന്ന് പറയുമ്പോൾ ജാതികളായിട്ടുള്ള ആളുകളാണ്. അവര് പെരുന്നാളിൽ നമസ്കരിക്കാൻ വന്നു എന്ന് പറഞ്ഞാൽ ഇവര് യഹൂദന്മാരോട് താല്പര്യമുള്ള ആളുകളായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. അവര് വന്ന് ഫിലിപ്പോസിനോട് പറയാണ്, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. അപ്പോ അത് കേട്ട ഉടനെ ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറയുന്നു. അന്ത്രയോസും ഫിലിപ്പോസിനോട് ചെന്ന് യേശുവിനോട് പറയുന്നു. ഇവിടെ യേശു കർത്താവ് ഈ ഒരു പശ്ചാത്തലത്തിൽ അവരോട് പറയുന്നതാണോ എന്നോട് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെങ്കിൽ അതിന്റെ താഴെ കർത്താവ് സംസാരിക്കുന്ന ഭാഗത്ത് വലിയൊരു പ്രകാശനം ദൈവം അവർക്ക് നൽകുന്നുണ്ട്. ചില കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. 32-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ ഓർക്കും, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കാമെന്ന് നമുക്ക് തോന്നലുണ്ടാകാം. പക്ഷേ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഇത് താൻ മരിക്കുവാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. കർത്താവ് ക്രൂശിൽ ഉയർത്തപ്പെട്ടു. നമുക്കറിയാം, എല്ലാവരെയും കർത്താവിലേക്ക് ആകർഷിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്നത് കർത്താവിന്റെ ക്രൂശാണെന്ന് കർത്താവ് തന്നെ പറയുക. നമ്മുടെ മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന പറയുന്നത് നമ്മുടെ പ്രഭാ വലയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മഹത്വപൂർണമായ സിറ്റുവേഷനെയാണ് നമ്മൾ ആളുകൾ എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടു, ഞാൻ ലൈം ലൈറ്റിൽ വന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് ഞാൻ ഉയർത്തപ്പെടുന്ന മൊമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ക്രൂശിൽ ഞാൻ മരിക്കുന്ന മൊമെന്റ്. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു.
അപ്പം കർത്താവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആ ക്രൂശിൽ മരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അതാണ് കർത്താവിന്റെ ഈ ലോകത്തിൽ വന്ന പദ്ധതിയുടെ ഏറ്റവും ക്ലൈമാക്സ് മൊമെന്റ് എന്ന് കർത്താവ് തന്നെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഈ ഒരു കാര്യം ഈ ഒരു സത്യം കർത്താവ് വെളിപ്പെടുത്തുന്നത് ഈ ഫിലിപ്പോസിനോടും അന്ത്രയോസിന്റെയും പശ്ചാത്തലത്തിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ഈ ലോർഡ്സ് സപ്പറൊക്കെ എല്ലാ ആഴ്ചയും കൂടുമ്പം അവിടെ നമ്മൾ പലപ്പോഴും 1-11 അധ്യായം വായിക്കാറുണ്ട്. അവിടെ പറയുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പൊ ഞാൻ എപ്പോഴും അത് ഓർക്കുന്നത്, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഇത് നിങ്ങൾ ആചരിക്കണം എന്ന് പറഞ്ഞൊരു ആചരണമായിട്ട് കർത്താവ് ഏൽപ്പിച്ചു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഈ അപ്പത്തിൽ നിന്നും പാനപാത്രത്തിൽ നിന്നും പങ്കെടുക്കണം. എന്താണ് ഓർക്കേണ്ടത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ലജ്ജിതനായത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തകർക്കപ്പെടുന്ന ഒരു മൊമെന്റ്. അപ്പൊ നമ്മളെപ്പോഴും അതൊക്കെ മറന്നു മാറ്റി വെക്കാൻ നമ്മൾ നോക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഹൈ പോയിന്റ്സ് നമ്മൾ എപ്പോഴും ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ അങ്ങനെ അതാണ് മറ്റുള്ളവർ നമ്മളെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും മറക്കരുതാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, എൻ്റെ ശരീരം തകർക്കപ്പെട്ടു, എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കി, ഞാൻ ലജ്ജിതനായത്, ഞാൻ അടിയേറ്റത്, ഞാൻ തുപ്പലേറ്റത്, ഞാൻ മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യരുടെ നിന്ദയ്ക്ക് പാത്രമായി തീർന്നത്, ഞാൻ ഏറ്റവും താണാവസ്ഥയിലേക്ക് പോയത്, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എപ്പോഴും കൂടി നിങ്ങൾ കൂടുമ്പം, നിങ്ങൾ ഇതിൽ പങ്കെടുക്കുമ്പം നിങ്ങൾ അത് ഓർക്കണം. നമ്മൾ ലോർഡ്സ് സപ്പർ എടുക്കുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എന്തായി തീർന്നു എന്നുള്ള ആ ഏറ്റവും കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പകരമായി സഹിച്ച ആ മൊമെന്റിനെ നമ്മൾ മറക്കാതെ ഓർക്കുകയാണ്. കർത്താവ് അതിനുശേഷം സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് മഹത്വത്തിൽ വാഴുന്ന വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നത് ഈ ഒരു മൊമെന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഈ ഒരു കർത്താവ് എന്തായി തീർന്നു എന്നുള്ളത്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്, കർത്താവെ ഞാൻ ഒരു പാപിയാണ്, എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്, നീ തകർക്കപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതേ കാര്യം തന്നെ നമ്മൾ എല്ലാ ആഴ്ചയും കൂടുമ്പം ലോർഡ്സ് സപ്പറിൽ നമ്മൾ ഓർക്കുകയാണ്. രക്ഷിക്കപ്പെട്ട മൊമെന്റിൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയോ അതേ കാര്യം തന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും ഓർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ കർത്താവ് ആരാണെന്നുള്ള ആ ഒരു ബോധ്യം ഓരോ ആഴ്ചയിലും പുതുക്കുമെന്ന് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുവാനായിട്ട് കാരണമായി തീരുകയാണ്. ഇവിടെ ഫിലിപ്പോസും അന്ത്രയോസും ഈ ഒരു കാര്യത്തിൽ കർത്താവ് ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വളരെ വേഗത്തിൽ 14-ാം അധ്യായത്തിന്റെ 8-9 വാക്യം കൂടെ വായിക്കാം. അവിടെ കർത്താവെ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്ന് 7-ാം വാക്യം ചേർത്ത് വായിക്കാം. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. 9-ാം വാക്യം, യേശു അവനോട്, ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ? എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കുക, മറ്റൊരു വലിയ സത്യം വെളിപ്പെടുത്താൻ ഫിലിപ്പോസിന്റെ ഒരു ചോദ്യം കാരണമായി തീരുകയാണ്. നമുക്കറിയാം, ദൈവത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ദൈവത്തിന്റെ ട്രിനിറ്റിയൊക്കെ വിശ്വസിക്കാൻ പല ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ആ ഒരു സത്യത്തിന്റെ ഒരു ചെറിയ ഭാഗം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള വലിയ സത്യം കാണിച്ചു തരുന്ന ഫിലിപ്പോസിന്റെ ചോദ്യത്തിലൂടെയാണ്. അപ്പം ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നമ്മൾ 4 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, കർത്താവിനെ വിളിച്ചു, ഉടനെ കർത്താവിനെ അനുഗമിച്ചു, ഉടനെ തൻ്റെ സുഹൃത്തിനെ കർത്താവിലേക്ക് നയിച്ചു. 3, ഫിലിപ്പോസ് പഠിപ്പിച്ചൊരു പാഠം, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കണക്കുകൂട്ടലുകളെക്കാൾ അധികമായി നമുക്ക് കർത്താവിനെ വിശ്വസിക്കാൻ ഇടയാകണം എന്നുള്ളൊരു പാഠം. പിന്നെ ദൈവം ആരാണ്? കർത്താവ് എന്ന് പറയുന്നത് ദൈവമാണ്, പിതാവും കർത്താവും ഒന്നാണെന്നുള്ള സത്യം ഫിലിപ്പോസിന്റെ ചോദ്യത്തിലൂടെ വെളിപ്പെട്ടു എന്ന് കാണാനായിട്ട് കഴിയും. അന്ത്രയോസിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച 4 പാഠങ്ങളോട് പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. നമുക്കറിയാം, യോഹന്നാൻ ചൂണ്ടിക്കാട്ടി അന്ത്രയോസ് അനുഗമിച്ചു. അന്ത്രയോസ് ഉടനെ പത്രോസിനെ, തന്റെ സ്വന്തം സഹോദരനെ കർത്താവിലേക്ക് ആനയിച്ചു. പിന്നീട് പത്രോസ് ലൈംലൈറ്റിൽ വരുമ്പോഴും പുറകിൽ നിന്ന് ശുശ്രൂഷിക്കുവാനുള്ള മനസ്സ് അന്ത്രയോസിനുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അന്ത്രയോസിന്റെ ഓരോ മൊമെന്റുകളിലും ആളുകളെ കർത്താവിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷ താൻ ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും.
പലപ്പോഴും ആ ഒരു മിനിസ്ട്രിയെ പേഴ്സണലി എവാഞ്ചലിസ്റ്റ് ആൻഡ്രൂ മിനിസ്ട്രി എന്ന് പറയാറുണ്ട്. ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ടെക്സസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ എൻ്റെ മക്കള് മൂത്ത മോൻ അവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ കഴിഞ്ഞു. അവൻ അവിടെ കോളേജ് മിനിസ്ട്രിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ആൻഡ്രൂ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്, ഒരു വെള്ളക്കാരനായ സഹോദരൻ. അവന്റെ മിനിസ്ട്രി ഇത് തന്നെയാണ്. അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും വിളിച്ചുകൊണ്ട് പ്രയർ ഗ്രൂപ്പിൽ കൊണ്ടുപോവുക, അവരെ ട്രെയിൻ ചെയ്യുക, ഡിസൈപ്പിൾ ചെയ്യുക, അവർ ഒരുമിച്ച് പോയി ഗോസ്പൽ മിനിസ്ട്രി ചെയ്യുക. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ മകന്റെ ഒരു മെന്ററായിട്ട് ഈ ആൻഡ്രൂ തീരാനായിട്ട് ഇടയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഭയമാണ്, പിള്ളേർ ഏതാണ് ഫ്രണ്ട്സിന്റെ അടുക്കളേക്ക് പോകുന്നത്, എങ്ങനെയായി പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഒരു ഭയമുണ്ടല്ലോ. പക്ഷെ ഈ ആൻഡ്രൂവിനെ കണ്ടെത്തിയത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. എന്ന് പറഞ്ഞ പോലെ ആ ആൻഡ്രൂ മിനിസ്ട്രി നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കണമെന്നില്ല, ചില ആളുകളെ എൻകറേജ് ചെയ്യാൻ, ചില ആളുകളെ കർത്താവിലേക്ക് നയിക്കാൻ. കർത്താവ് വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചാൽ മതി, ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളും. ഇപ്പൊ ഈ ആൻഡ്രൂ മിനിസ്ട്രി നമുക്ക് ചെയ്യാനായിട്ട് ഇടയായി തരട്ടെ. നമുക്കൊരു പക്ഷെ പല നിലകളിൽ ടാലന്റുകൾ ദൈവം നൽകിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഒരു ടാലന്റും ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ആൻഡ്രൂ മിനിസ്ട്രി ആർക്കും ചെയ്യുവാനായിട്ട് കഴിയും. നമുക്കറിയാം, പെന്തക്കോസ്തിന് ശേഷം ഇവരെ പറ്റി അധികം സൂചനകൾ കാണുന്നില്ല. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കർത്താവിന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ, അവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ ഫിലിപ്പോസിനെയും അന്ത്രയോസിനെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു ഫിലിപ്പിനെ കാണുന്നുണ്ട്. പലപ്പോഴും അത് ആളുകൾ ചിന്തിക്കുന്നത് യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പാണ് അവിടെ നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ 7 പേരെ ശുശ്രൂഷകന്മാരായി തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിലുള്ള ഫിലിപ്പിനെയാണ് പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നത്. ഈ ശിഷ്യനായ അല്ലെങ്കിൽ അപ്പോസ്തലനായ ഫിലിപ്പോസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങളിലൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ട്രഡീഷനിലൊക്കെ ഈ ഫിലിപ്പോസും അന്ത്രയോസും പല രാജ്യങ്ങളിൽ കടന്നുപോയി രക്തസാക്ഷികളായി തീർന്നു എന്നാണ് നമുക്ക് ട്രഡീഷണൽ കാണാനായിട്ട് കഴിയുന്നത്. എന്തായാലും അവര് എന്ത് ചെയ്തു എന്നുള്ളത് പിന്നീട് നമുക്കറിയില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ചില ആളുകളുടെ പ്രവർത്തനങ്ങളെ ലോകം അറിഞ്ഞൊന്നിരിക്കത്തില്ല, പക്ഷെ നിത്യതയിൽ അവര് ആരാണ് നമ്മൾ കാണും. നിങ്ങൾ 12 സിംഹാസനങ്ങൾ ഇരുന്ന ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ കൂട്ടത്തിൽ ഫിലിപ്പോസും അന്ത്രയോസും ഒക്കെ വരും. അതിന്റെ അർത്ഥം അവരുടെ ജീവിതം സക്സസ്ഫുൾ ആയി എന്ന് കർത്താവ് പ്രവചനാത്മാവിൽ കണ്ടു എന്നാണ്. അപ്പൊ ആ നിലയിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരു 2 പേരുടെ ജീവിതം നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.